വീട് നന്നായിട്ടുണ്ടല്ലോ. താങ്ക് യു. യു സന്ധ്യ റൈറ്റ്? യാ. ഹായ്. ഇത് ശ്രുതി, എന്റെ ഫ്രണ്ട് കിഷോറിന്റെ സിസ്റ്ററാ. ഓ ഹായ്. അരുൺ, ഷീസ് ബ്യൂട്ടിഫുൾ. ഐ നോ. താങ്ക് യു. യുനോ സന്ധ്യ, യു ആർ വെരി ലക്കി. അരുണിനെ കല്യാണം കഴിക്കാനായിരുന്നു എനിക്ക് ആഗ്രഹം. കോയമ്പത്തൂരിൽ നിന്ന് വരുമ്പോ അവനെ പ്രപ്പോസ് ചെയ്യാനായിരുന്നു വിചാരിച്ച്. മൈ ബാഡ് ലക്ക്. അതിനുള്ളിൽ നീ സ്കോർ ചെയ്തല്ലോ. സന്ധ്യ, ഷീസ് കിഡിങ്. നീ പോയി ചായ എടുത്തിട്ട് വാ. ശരി. യാ വെയിറ്റ് സന്ധ്യ. അരുൺ എപ്പോഴും നീ ഉണ്ടാക്കുന്ന കോഫി അല്ലേ കുടിക്കുന്നത്? ഇന്ന് ഞാൻ ഉണ്ടാക്കി തരാം കോഫി. ഏയ് അതൊന്നും സാരമില്ല. കിച്ചൺ അവിടെ. ഓക്കെ. അരുൺ, ഏതാ പെണ്ണ്? പറഞ്ഞില്ലേ അത് കിഷോറിന്റെ സിസ്റ്റർ ആണെന്ന്. അതല്ല, ഇങ്ങോട്ട് എന്തിനാ വന്ന്? ആ റെഡ് ബോക്സിൽ ഇരിക്കുന്നല്ലേ കോഫി പൗഡർ? ഹാ. എന്റെ പുതിയ ജോബിൽ ആദ്യത്തെ ആഴ്ച മുഴുവൻ നൈറ്റ് ഡ്യൂട്ടിയാ. നീ തനിച്ചില്ലെന്ന് വിചാരിച്ച് അവളെ കൂട്ടിക്കൊണ്ടുവന്നേ. ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ. സന്ധ്യ, വൈറ്റ് ബോക്സിലുള്ളല്ലേ ഷുഗർ? ആ, ഒരാഴ്ചയോ? നോ വേ. ഞാൻ രാത്രി ലൈറ്റ് ഇട്ട് ഉറങ്ങിക്കോളാം. ഇത്രയും നാളെ നീ ഓഫീസിൽ പോയപ്പോ ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല ഇവിടെ. എനിക്കെല്ലാം ഇണങ്ങി ഇവിടെ. അവളെ പറഞ്ഞു വിടാൻ നോക്ക്. അവള് പാവടി, നല്ല പെണ്ണാ, മനസ്സിലൊന്നും. താങ്ക് യു. ഇത് നിനക്കല്ല, എനിക്ക്. നീ എനിക്ക് കോഫി ഉണ്ടാക്കി തരുമെന്ന് വിചാരിച്ച്, അതുകൊണ്ട് ഈ കോഫി എനിക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കി. എന്താണെന്ന് അറിയോ സന്ധ്യ? പ്രഗ്നന്റ് ആയിട്ടുള്ളവര് കോഫി കുടിക്കാനേ പാടില്ല. ആ, അത് കറക്റ്റ് അല്ലേ? അരുൺ, കോഫി എങ്ങനെയുണ്ട്? ആ, നന്നായിട്ടുണ്ട്. ആ, കുടിക്കാതെ നിനക്ക് എങ്ങനെ അറിയാം? അരുണിനെ കണ്ടാൽ തന്നെ അറിയാലോ കാഫിയുടെ രുചി. അവൾക്ക് റൂം ഒന്ന് കൊണ്ടേ കാണിച്ചു കൊടുക്കും. വാ ശ്രുതി, കം. ശ്രുതി, ഇവിടെ. എനിക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം വേണ്ട, ഫസ്റ്റ് ഫ്ലോറിലുള്ള റെഡ് ബെഡ്റൂം മതി. അതെന്താന്ന് വെച്ചാ, നീ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ കോഫി എടുക്കണ്ടെന്ന് പറഞ്ഞില്ലേ? അതുപോലെ മേലെ താഴെ നടക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് താഴത്തെ ഗസ്റ്റ് റൂമിൽ താമസം മതി എന്ന് പറയുന്നത്. അവള് നിന്നെ അത്രയും കെയർ ചെയ്യുന്നുണ്ട് അല്ലേ? അങ്ങനെയൊന്നുമില്ല അരുൺ, നീ തന്നെയല്ലേ പറഞ്ഞ് സന്ധ്യയുടെ റെഡ് ബെഡ്റൂം നല്ലതാണെന്ന്. ഐ ഓൾവേസ് പ്രിഫർ യുവർ ടേസ്റ്റ്, റൈറ്റ്? അല്ല, ഞാൻ എന്താ പറഞ്ഞ സന്ധ്യ. Indiana horror. I love it. कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल. സന്ധ്യ, സന്ധ്യ പറയുന്ന കേക്ക്. സന്ധ്യ, 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 ഒരു മിനിറ്റ്. പെട്ടെന്ന് നീ അത് വിചാരിച്ചു പോയി. എന്റെ സാരി അവളെടുത്ത് കൊടുത്താ ഞാൻ അവളാവുന്നോ? അല്ല, പിറകെ നോക്കിയപ്പോ പെട്ടെന്ന് നിന്നെ പോലെ. അവളുടെ ഷേപ്പ് എന്നെ പോലെയാണെന്നോ? അല്ല, നിന്റെ സാരി എന്തിനാ അവൾക്ക് കൊടുത്തേ? ചോദിച്ചപ്പോ ഞാൻ എടുത്തു കൊടുത്തു. അപ്പൊ അവള് ഞാൻ ആവുന്നാണോ? അല്ല, ഒരു കൺഫ്യൂഷനില്. ഷട്ട്. സന്ധ്യ, Go to hell. പ്ലീസ്. അവളെ പോലെ റെഡിയാവുന്ന മാത്രമല്ല, അവളെ പോലെ നടക്കുകയും ചെയ്യണം. കമ്മിങ് ബേബി. നോക്കാലോ,
എന്റെ അടുത്ത് വരുമോ അത് അവളുടെ അടുത്തേക്ക് പോകുന്നു? ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഓഫീസിൽ പോകാൻ എങ്ങനെയാ തോന്നുന്നേ? സന്ധ്യ നന്നായി നോക്കണേ. ഓക്കേ. അവളെന്തോ ഇവന് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ഇരുന്നു. ഇവനാണെങ്കിലോ എന്നെ നോക്കണമെന്നും പറഞ്ഞ് അവ കൊമ്മയും കൊടുത്ത് പുറത്തേക്ക് പോയി. അരുൺ, നീ എനിക്ക് വേണ്ടിയാണ് അവളെ കൊണ്ടുവന്നേ, ഇല്ലെങ്കിൽ അരുണിന് വേണ്ടി അവള് വന്നതാണോ? ഞാൻ ഇവിടെ ഉള്ളപ്പോഴേ അവര് തമ്മിൽ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലേ. ഹലോ, ഇപ്പോഴും നിന്റെ ദേഷ്യം മാറിയില്ലേ? ഞാൻ എന്താ അങ്ങനെ ചെയ്തതെന്നറിയോ? സന്ധ്യ പോലെ അല്ലാതെ വേറെ ആരെ പോലെ ഇരുന്നാലും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ കോയമ്പത്തൂരിൽ വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ട പെണ്ണ് തന്നെ എനിക്കിഷ്ടം. എനിക്ക് എൻ്റെ സന്ധ്യ പോലെ തന്നെ ഇരിക്കണം. ഞാൻ ശ്രുതിയെ കൂട്ടിക്കൊണ്ടുവന്ന് നിന്നെ നോക്കാൻ വേണ്ടിയാ. നീ ശ്രുതിയെ കണ്ടിട്ട് ഇൻസ്പെക്ടർ ആവേണ്ട ഒരു കാര്യമില്ല. ആൻഡ് ശ്രുതി ഈസ് വെരി നൈസ് ഗേൾ. ശരി, യു ടേക്ക് കെയർ. ലവ് യു ഡാ. ബൈ. അരുൺ ഓക്കെയാണ്, പക്ഷെ ഇവളെ വിശ്വസിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി ഈ വീട്ടിൽ നിന്ന് അവളെ പെട്ടെന്ന് പുറത്താക്കണം. കഴിഞ്ഞ 10 വർഷമായി മാനസ സരോവരത്തിൽ ധ്യാനത്തിലിരുന്ന നമ്മുടെ മഹാജ്ഞാനി, കൂടാതെ ഒരുപാട് പേരുകേട്ട സോംനാഥ് ഭാവയും അവരുടെ ധ്യാനം തീർത്തിട്ട് ആശ്രമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സർവേഷാം സ്വസ്തിർഭവതു യജ്ഞാനാം സ്ത്രീ പരസ്പര. ജനങ്ങളുടെ നന്മയ്ക്കായി കഴിഞ്ഞ 10 വർഷക്കാലമായി ഞാൻ ധ്യാനത്തിലായിരുന്നു. അതെ ബാവാജി, നിങ്ങളുടെ സഹായം ആവശ്യമുള്ളവർക്ക് എങ്ങനെ ഇവിടെ വരാനാവും? എപ്പോ വേണമെങ്കിലും വന്ന് കാണാം. വരുന്നവർക്ക് വരാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ട്വിറ്റർ, മൊബൈൽ ഏതു വഴി വേണമെങ്കിലും നിങ്ങൾക്ക് ബാബ, ബന്ധപ്പെടാം. നിങ്ങൾ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ? ടെക്നോളജിയെ ഒരു കാലത്തും മാറ്റി നിർത്താനാവില്ല. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ വാർത്തകളെ ജനങ്ങളിലെത്തിക്കുന്ന മാധ്യമവും സാറ്റലൈറ്റിന്റെ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് 3Gയും 4Gയും ഉപയോഗിക്കുന്നതും ദൈവത്തെ കണ്ടെത്താനുള്ള വഴികൾ ഉപയോഗിക്കാവുന്നതാണ്. ഈ കാലഘട്ടത്തിൽ ഇതെല്ലാം പ്രയോഗിച്ചേ മതിയാകും. മനുഷ്യന്റെ അറിവുകളെ ഈശ്വരനോളം ഉയർന്നുകൊണ്ടിരിക്കുന്ന കാലമാണിത്. അടഞ്ഞുകിടക്കുന്ന അറിവുകളെ ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് ദൗത്യം. നന്ദി ബാബ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നെ വന്ന് കാണാവുന്നതാണ്. ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ എല്ലാവരുടെയും നല്ലതിനു വേണ്ടി ബാബ നാളെ ചെന്നൈയിലുള്ള ആശ്രമത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ആ ശ്രുതി, അരുൺ, നീ പെട്ടെന്ന് വീട്ടിലേക്ക് വാ. എന്തുപറ്റി? നീയും സന്ധ്യ വഴക്കട്ടോ? പിന്നെ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? പെട്ടെന്ന് വീട്ടിലേക്ക് വാ. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ജോലി തീരും, അപ്പ വരാം. എനിക്കറിയില്ല, നീ പെട്ടെന്ന് ഹലോ വീട്ടിലേക്ക് വാ. ഹലോ. എന്തുപറ്റി ശ്രുതി? അരുൺ, അത് നിക്ക് ടെൻഷൻ ആവണ്ട. എന്താന്ന് പറ. കിച്ചണിലെ ടാപ്പ് ഓണായിരുന്നു, ഓക്കേ. ക്ലോസ് ചെയ്തു. അപ്പൊ പവർ കട്ടായി. ക്യാൻഡിൽസ് കത്തിച്ചു വെച്ചു. അപ്പൊ മേലിലുള്ള റൂമില് പെട്ടെന്ന് എന്റെ ഷാഡോ മറഞ്ഞു പോയി. ഷാഡോ എങ്ങനെ മറഞ്ഞു പോവാ? അത് ശ്രുതി, കിച്ചൺ ടാപ്പിലെ ത്രെഡ് പോയതാ. അത് റിപ്പയർ ചെയ്യാനുള്ളതാ. അത് മാറ്റണം. പ്ലംബറോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ആള് വന്നിട്ടില്ല. അപ്പൊ എന്റെ ഷാഡോ പോയത്? ശ്രുതി, അറിയോ? ഓക്കെ, നിന്നെ വിളിച്ചതിന് ശേഷം അവൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേടിച്ചെന്ന് തോന്നുന്നു. ഞാൻ വിളിച്ചോണ്ട് പോട്ടെ? ശരി, കൊണ്ടുപോയിക്കോ. വാ.
അരുൺ, എത്രയും പെട്ടെന്ന് നിങ്ങള് ഈ വീട്ടിൽ നിന്ന് ഒഴിയണം.